ഗ്രാമീണ ക്ഷേത്രങ്ങളിൽ വളരെ വ്യത്യസ്തമാണ് കാസർഗോഡ് നീലേശ്വരം പൂവാലങ്കൈ ശാസ്തമംഗലത്തപ്പൻ ശിവക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രമായ പൂവാലങ്കൈയിലെ അയ്യപ്പൻ കോട്ട പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം കൊണ്ടും വേറിട്ട് നിൽക്കുന്നുണ്ട്. അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ ദൈവമേ കൈത്തൊഴാമിൽ കണ്ടുവരാം. കാസർഗോഡ് നീലേശ്വരം പൂവാലങ്കൈ ശാസ്തമംഗലത്തപ്പൻ ശിവക്ഷേത്രത്തിന്റെ സമീപകാലത്തെ വികസനത്തിന് പുറമെ നിന്ന് ആരുടെയും പിന്തുണയില്ല. പൂർണ്ണമായും നാട്ടിലെ ജാതിമത ഭേദമില്ലാത്ത സാധാരണക്കാരുടെ സഹായമാണ് ക്ഷേത്രത്തിന്റെ വീണ്ടെടുക്കലിനും പുനർനിർമ്മാണത്തിനും പിന്തുണ നൽകിയത്. താഴക്കാട്ട് മനയുടെ 18 അരക്ഷേത്രത്തിലത്തെ അരക്ഷേത്രമാണ് നമ്മുടെ പൂവാലങ്കൈ ശിവക്ഷേത്രം. ശാസ്തമംഗലത്തപ്പൻ ശിവക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിന് അറിയപ്പെടുന്നത്. ഇവിടെ ഈ സ്ഥലത്തിന് പേര് വരാൻ കാരണമുണ്ട്. അയ്യപ്പൻ കോട്ട പൂവാലങ്കൈ ശാസ്തമംഗലത്തപ്പൻ ശിവക്ഷേത്രം എന്നാണ് പറയുക. ഇവിടുത്തെ പ്രതിഷ്ഠ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പാശുപതാസ്ത്രം പരശുരാമൻ അർജുനന് കൊടുത്തിട്ട് സംപ്രീതനായിരിക്കുന്ന ഭാവത്തിലാണ് ഇവിടുത്തെ അകത്തേത്തെ പ്രതിഷ്ഠ. പരമശിവൻ പാർവതി പരമേശ്വരനായിട്ടുള്ള സൗമ്യഭാവത്തിലുള്ള ശിവനാണ്. നമ്മുടെ ക്ഷേത്രം തന്ത്രിയായിരുന്നു പറഞ്ഞാൽ തെക്കിനടുത്ത് പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ പിന്നെ അധീനത്തിൽ വരുന്ന ക്ഷേത്രമാണ് ഈ നമ്മുടെ പൂവാലങ്കൈ ശാസ്തമംഗലത്തപ്പൻ ശിവക്ഷേത്രം. ഞങ്ങളൊക്കെ ഈ കമ്മിറ്റിയിൽ വരുന്നൊരു 10-20 വർഷമേ ആയിട്ടുള്ളൂ. അതിന് മുമ്പ് ഈ നാട്ടിലെ കുറച്ച് പ്രായമുള്ള ആൾക്കാർ നമ്മുടെ മുമ്പത്തെ തലമുറ അവരാണ് ഇത് പരിപാലിച്ച് പോന്നിരുന്നത്. ഒരു കാലത്ത് ഈ ശാന്തിയുടെ അച്ഛൻ ആയിരുന്നു ഇവിടെ. അന്ന് ഈ ക്ഷേത്രം വളരെ പരിതാപകരമായിരുന്നു. അതിനുശേഷം നാട്ടുകാരൊക്കെ ഒത്തുകൂടി ഈ സ്വർണ്ണപ്രശ്നം കാര്യങ്ങളൊക്കെ വെച്ച് ഈ ക്ഷേത്രമൊക്കെ ഒന്ന് പുനർനിർമ്മിച്ച് ഒരു വലിയ തോതിൽ എല്ലാ അതിൻ്റെ വേണ്ടുന്ന കാര്യങ്ങൾ, അതായത് അഗ്രശാല കാര്യങ്ങൾ, കുളം, അങ്ങനെയൊക്കെ. അതിനുശേഷം നാട്ടുകാരുടെ ഫുൾ സപ്പോർട്ടിൽ വേറെ ഒരു സഹായം ഓടുന്നുമില്ല, എല്ലാം നാട്ടുകാരുടെ കോൺട്രിബ്യൂഷനാണ്. സൗമ്യഭാവത്തിലുള്ള ശിവപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലേക്ക് പൂജാകാര്യങ്ങൾക്കായി ധാരാളം ഭക്തർ എത്താറുണ്ട്. ക്ഷേത്രത്തിലെ കുളം ഉൾപ്പെടെ പുനർനിർമ്മിച്ചത് നാട്ടുകാരാണ്. ക്ഷേത്രത്തിനോട് അനുബന്ധിച്ചുള്ള അയ്യപ്പൻ കോട്ട ശാസ്ത്ര ക്ഷേത്രവും വ്യത്യസ്തമായ ആരാധനാ പരിസരം കൊണ്ട് ശ്രദ്ധേയമാണ്. വനസമാനമായ പരിസരം ക്ഷേത്രസമിതി പൂർണ്ണമായും പരിരക്ഷിക്കുന്നുണ്ട്. ശാസ്താവിൻ്റെ പ്രതിഷ്ഠയും പരിസ്ഥിതിയോട് ചേർന്ന നിലയിലാണ്. നാട്ടുകാരുടെ കൂട്ടായ താല്പര്യമാണ് ക്ഷേത്ര വികസനത്തെയും മുന്നോട്ട് നയിക്കുന്നത്. ന്യൂസ് മലയാളം, കാസർഗോഡ്.